Perk, Munch, Kit Kat and Milky Bar. Out of these, Sam's father chooses 2 cold drinks and 3 chocolates to give to Sam based on the following condition. Which of the following combination Sam may get from his father? ഈ ടൈപ്പ് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പം എങ്ങനെ സോൾവ് ചെയ്യുക? Coke cannot be together. Okay. Sprite and അല്ലെങ്കിൽ നമ്മുടെ കീപ് ലേണിംഗ് കീപ് പ്രാക്ടീസിങ് ഒന്ന് വിളിച്ചു വയ്ക്കാം. ഹലോ, സാറേ, നമ്മുടെ SSCയിലെ പുതിയൊരു പാറ്റേൺ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും കിട്ടുന്നില്ല. ഒരുപാട് ടൈം എടുക്കുന്നു, ഭയങ്കര കൺഫ്യൂസിങ്ങാണ്. സാർ അവിടെ ഉണ്ട്? ആണോ? ഇവിടെ ഉണ്ടോ? ഇപ്പം എത്തുമോ? ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. എന്താ മോൻ്റെ പ്രശ്നം? സാറേ, ഇത് CHSL എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഇതുവരെ നമ്മൾ ഇത്തരം കണ്ടിട്ടില്ല. കുറേ ടൈം എടുക്കുന്നുണ്ട് ചെയ്യാൻ. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സാറ് പറഞ്ഞു തരണോ? ആക്ച്വലി ഞാനും കണ്ടായിരുന്നു. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിനക്ക് മാത്രമല്ല, എല്ലാവർക്കുമായിട്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ നമുക്ക് നോക്കണ്ടേ? ഒരു കാര്യം ചെയ്യും, ഇനി ഒന്ന് മാറി നിൽക്കും. എന്നാൽ പിന്നെ ഈ കാണുന്ന ചോദ്യം ഒന്ന് സോൾവ് ചെയ്താലോ? സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് വരുമ്പോൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം അല്ലേ? യെസ്. എന്താണ് ചോദ്യം? ദർ ആർ 4 കോൾഡ് ഡ്രിങ്ക്സ്. 4 കോൾഡ് ഡ്രിങ്ക്സുകളുണ്ട്. ഏതൊക്കെയാ? പെപ്സി, കോക്ക്, സ്പ്രൈറ്റ് ആൻഡ് ഫാന്റ. അതുപോലെ തന്നെ 5 ചോക്ലേറ്റ്സ്. ഏതൊക്കെയാ? ഡയറി മിൽക്ക്, പെർക്ക്, മഞ്ച്, കിറ്റ് കാറ്റ് ആൻഡ് മിൽക്കി ബാർ. ഔട്ട് ഓഫ് ദീസ്, സാംസ് ഫാദർ ചൂസസ് 2 കോൾഡ് ഡ്രിങ്ക്സ് ആൻഡ് 3 ചോക്ലേറ്റ്സ് ടു ഗിവ് ടു സാം ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് കണ്ടീഷൻ. അപ്പം നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്? അതായത് ഈ താഴെ കാണുന്ന കണ്ടീഷനുകൾ മീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 2 കോൾഡ് ഡ്രിങ്ക്സും അതുപോലെ തന്നെ 3 ചോക്ലേറ്റ്സും ചൂസ് ചെയ്യണം. ഓക്കെ, താഴെ 3 കോമ്പിനേഷനുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ ഓരോ കണ്ടീഷനായിട്ട് നോക്കുക, എന്നിട്ട് കോമ്പിനേഷൻ ഏതിലാണത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് കിറ്റ് കാറ്റ് ആൻഡ് കോക്ക് കനോട്ട് ബി ടുഗദർ എന്നാണ്. അതായത് കിറ്റ് കാറ്റും കോക്കും ഒന്നിച്ച് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നോക്കുക, ആദ്യത്തെ കണ്ടീഷനിൽ കിറ്റ് കാറ്റ് ഉണ്ട്, കോക്കൊന്നുമില്ല അല്ലേ? അപ്പോൾ അത് ഉത്തരവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കണ്ടീഷനിലോട്ട് പോവാം. എന്താ? കോക്ക് ഉണ്ട്, കിറ്റ് കാറ്റ് ഇല്ല, സോ അഗൈൻ ഉത്തരവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കണ്ടീഷനിലോട്ട് പോവാം. രണ്ടുമില്ല അല്ലേ? എന്തായാലും ഉത്തരവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നാമത്തെ കണ്ടീഷൻ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കുക. സ്പ്രൈറ്റ് ആൻഡ് ഡയറി മിൽക്ക് കനോട്ട് ബി ടുഗദർ. അതായത് സ്പ്രൈറ്റ് കാണുകയാണെങ്കിൽ ഡയറി മിൽക്ക് കാണാൻ പാടില്ല, അതുപോലെ തന്നെ ഡയറി മിൽക്ക് കാണുകയാണെങ്കിൽ സ്പ്രൈറ്റ് കാണാൻ പാടില്ല. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തതിൽ ഈ പറയുന്നത് പോലെ സ്പ്രൈറ്റ് ഉണ്ടോ? ഡയറി മിൽക്ക് ഉണ്ടോ? ഇല്ല അല്ലേ? രണ്ടാമത്തേൽ നോക്കുക, സ്പ്രൈറ്റ് ഉണ്ട് പക്ഷേ ഡയറി മിൽക്ക് ഇല്ല. മൂന്നാമത്തേൽ നോക്കുക, സ്പ്രൈറ്റ് ഉണ്ട്, ഡയറി മിൽക്ക് ഇല്ല, അഗൈൻ ഉത്തരവാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പം നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. സോ 3ഉം ആൻസർ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരം. ഇനി നമ്മൾ മൂന്നാമത്തെ കണ്ടീഷനിലോട്ട് പോവാം. ഫാന്റ ആൻഡ് കിറ്റ് കാറ്റ് മസ്റ്റ് ബി ടുഗദർ. ഫാന്റ, കിറ്റ് കാറ്റ് ഒന്നിച്ച് കാണണം. ഫാന്റ ഉണ്ടെങ്കിൽ കിറ്റ് കാറ്റ് ഉണ്ടാവണം, കിറ്റ് കാറ്റ് ഉണ്ടെങ്കിൽ ഫാന്റ ഉണ്ടാവണം. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തേൽ കിറ്റ് കാറ്റ് ഉണ്ട്, ഫാന്റയും ഉണ്ട്, എന്തായാലും ഉത്തരവാൻ സാധ്യതയുണ്ട് അല്ലേ? രണ്ടാമത്തെ കോമ്പിനേഷൻ നോക്കുക. കിറ്റ് കാറ്റും ഇല്ല, ഫാന്റയും. രണ്ടുപേരും ഒന്നിച്ചുണ്ടാവണം എന്നാണ് പറഞ്ഞത് അല്ലേ? രണ്ടുപേരും ഇല്ല, ഉത്തരവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നോക്കുക. എഗെയിൻ രണ്ടുമില്ല, സോ ഉത്തരവാൻ സാധ്യതയുണ്ട്. ഒന്നുണ്ടെങ്കിൽ മറ്റേത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. രണ്ടും ഇല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല ആണല്ലോ, റൈറ്റ്? അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കണ്ടീഷനും കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. മഞ്ച് ആൻഡ് പെപ്സി കനോട്ട് ബി ടുഗദർ. മഞ്ച് ഉണ്ടെങ്കിൽ പെപ്സി കാണാൻ പറ്റില്ല അല്ലേ? പെപ്സി ഉണ്ടെങ്കിൽ മഞ്ച് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കോമ്പിനേഷനിൽ നോക്കാം. മഞ്ച് ഉണ്ടോ? പെപ്സി ഉണ്ട് പക്ഷേ മഞ്ച് ഇല്ല അല്ലേ? ഉത്തരവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ നോക്കുക. മഞ്ച് ഉണ്ട്, പെപ്സി ഇല്ല, അഗൈൻ ഉത്തരവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നോക്കുക. പെപ്സി, മഞ്ച് അല്ലേ? രണ്ടുമുണ്ട്. സോ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഒരു കാരണവശാലും മൂന്നാമത്തെ കോമ്പിനേഷൻ ഇവിടെ ഉത്തരവാകുന്നില്ല. കാരണം കണ്ടീഷൻ വയലേറ്റ് ചെയ്തു അല്ലേ? കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. അപ്പോൾ അടുത്ത കണ്ടീഷനിൽ പറയുന്നത് എന്താ? പെർക്ക് ആൻഡ് ഡയറി മിൽക്ക് കനോട്ട് ബി ടുഗദർ ആണ്. അതായത് പെർക്ക് കാണുകയാണെങ്കിൽ ഡയറി മിൽക്ക് കാണാൻ പാടില്ല, ഡയറി മിൽക്ക് കാണുകയാണെങ്കിൽ പെർക്ക് കാണാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒന്നാമത്തേൽ നോക്കി. പെർക്ക് ഉണ്ട്, ഡയറി മിൽക്ക് ഇല്ല, അഗൈൻ ഉത്തരവാൻ സാധ്യതയുണ്ട് അല്ലേ? രണ്ടാമത്തെ നോക്കുക. പെർക്ക് ഉണ്ട്, ഡയറി മിൽക്ക് ഇല്ല, ഉത്തരവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കണ്ടീഷൻസും കൃത്യമായിട്ട് നോക്കി. എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 കോമ്പിനേഷൻസ് ആണുള്ളത് അല്ലേ? ഒന്നാമത്തെ കോമ്പിനേഷനും രണ്ടാമത്തെ കോമ്പിനേഷൻ.
ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ നോക്കുക, ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി, ബോത്ത് 1 and 2 follows to be the correct answer. നിങ്ങൾ കുറച്ച് പേർക്ക് ഈ ട്രിക്ക് അറിയുമായിരിക്കും അല്ലേ, കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കും. എന്നിരുന്നാലും ഇതുപോലെ തന്നെ എൻറ്റയർ സിലബസ് വളരെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് അല്ലേ. അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് എന്ന് പറയുന്നത് യെസ് SSC റെഗുലർ ബാച്ച് 2.0. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് ഒരുമിച്ച് SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം.